നമസ്കാരം. കാന്തല്ലൂർ സേതു പാർവതിപുരം റോഡിന്റെ ആവശ്യകതയെക്കുറിച്ചും തൽസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ രൂപീകരിച്ച വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ചു. ദേവികുളം സബ് കളക്ടർ ആര്യ VS നേതൃത്വം നൽകിയ സംഘം പെരുമല മുതൽ മെപ്പാപ്പ് വരെയുള്ള റോഡ് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് കാന്തല്ലൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ നാട്ടുകാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നും സബ് കളക്ടർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. ഇപ്പം ഒത്തിരി കാര്യം നോട്ട് ചെയ്തു, പക്ഷേ അതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ്, ഈ റോഡ് അവകാശപ്പെട്ട് വരുന്നവർ പുതിയ റോഡല്ല ചോദിച്ചത്. കാലകാലമായിട്ട് 100 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന റോഡും സഞ്ചരിച്ചിരുന്ന റോഡാണ് ഇവർ ചോദിക്കുന്നത്. കാരണം ആ റോട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മൈൽക്കല്ലും പാലങ്ങളും റോഡുകളെല്ലാം എവിഡൻസ് ആയിട്ട് ഉണ്ട്. അതുകൊണ്ട് പുതിയ റോഡല്ല ഈ ജനം ഇവിടെ ചോദിക്കുന്നത്, റോഡിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ റോഡ് പണ്ട് മുതൽ ഈ യാത്ര ചെയ്യുന്ന ഒരു റോഡായിരുന്നു. അത് തടസ്സപ്പെടുത്താൻ എന്താണ് കാരണം എന്ന് ഇത് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടുത്തെ ജനം ആ റോഡ് വേണ്ടെന്ന് പരാതി കൊടുത്തിരുന്നോ, സമരം നടത്തിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു എതിർപ്പ് വന്നതുകൊണ്ടാണ് നിർത്തിയത്? അല്ല, ഫോറസ്റ്റ് സ്വയമായിട്ട് തീരുമാനിച്ചാണ് അവിടെ നിർത്തിയത്. 2008 തൊഴിലുറപ്പ് മുഖാന്തരം 100 കണക്കിന് ആൾക്കാർ അവിടെ പോയി റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടു ഫോറസ്റ്റ് തടഞ്ഞ സമയത്ത്. അപ്പം മസ്ട്രോൾ മുഖാന്തരമാണ് അവിടെ തൊഴിലുറപ്പിന് ആൾക്കാർ പോയത്. 200 പേർക്ക് മേലെ കേസെടുത്തു ഫോറസ്റ്റ്. ഒരാളെങ്കിലും റോഡ് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ സമരം നടത്തിയിട്ടില്ല. അതാണ് നമ്മൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങളോട് ചോദിച്ചത്, ഈ റോഡ് തുറക്കണം, ഈ റോഡ് PW ഡിപ്പാർട്ട്മെന്റിന് ഏൽപ്പിക്കണം. പക്ഷേ അവിടെ വനം സംരക്ഷിക്കപ്പെടണം, കുടിവെള്ളം സംരക്ഷിക്കപ്പെടണം. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോറസ്റ്റിന്റെ കൺട്രോളിൽ തന്നെ ഇരിക്കട്ടെ. വനം ഫോറസ്റ്റിന്റെ കൺട്രോളിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ചില മേഖലകളിൽ നമ്മൾ കാണുന്നുണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇട്ടിട്ട് അത് ആരാണെന്ന് ആവശ്യമില്ലാതെ ആളുകളെ കയറ്റിവിടില്ല, കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ ജനം എന്ന് പറയുന്നത്, ഈ കാന്തല്ലൂർ പഞ്ചായത്തിൽ 80% ജനങ്ങളും ഈ വഴിക്ക് കടന്നു പോകാം. സാർ, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒത്തിരി പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇതുവരെ ഒരു തീരുമാനം, രാജമലയ്ക്ക് തീരുമാനം ഉണ്ടാക്കിയില്ല. പക്ഷെ ആ രാജമല കാരണം ഒത്തിരി പേർ ഇവിടെ മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു 60 കിലോമീറ്റർ വ്യത്യാസത്തിൽ ആശുപത്രിക്ക് സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ കേരളത്തിലാണ് ശരിക്കും പോകുന്നത്. നമുക്ക് കിട്ടുന്ന ആനുകൂല്യം നമ്മൾ കേരള ഗവൺമെന്റാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് അടിമാലി താലൂക്ക് ആശുപത്രി വരെ എത്തിപ്പെടണമെങ്കിൽ ഈ വഴി നമുക്ക് വലിയൊരു സൗകര്യമാണ്. അതുകൊണ്ട് ഈ റോഡ് ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് തുറന്നു തന്നെ കൊടുക്കണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ് എന്നാണ് അതിനെ ഇത് കളയാനോ നശിപ്പിക്കാനുള്ള ആൾക്കാരല്ല ഇവിടുത്തെ ജനങ്ങൾ. കാരണം ഈ ഫോറസ്റ്റുകാർ തുടങ്ങുന്നതിനെക്കാട്ടിൽ മുമ്പ് തന്നെ വനം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ജനങ്ങളാണ്, 5 നാട്ടിലത്തെ ജനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 5-6 കിലോമീറ്റർ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളതിന് ബാധ്യസ്ഥരാണ്. ഇവരത് ഫോറസ്റ്റുകാർക്ക് അത് ഉത്തരവാദിത്തമുണ്ട്, അവരും നോക്കണം. ഇവിടെ വെള്ളം കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതുകൊണ്ട് ഈ റോഡ് തുറന്നുകൊണ്ട് കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ട് വരാനും പോകുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ 3 സർക്കാർ ഓഫീസ്, ഒന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വട്ടവട പഞ്ചായത്തിലെ 5 ഗ്രാമങ്ങൾ 5 കുടികൾ ഈ ഓഫീസിൻ്റെ കീഴിലാണ്. അപ്പോൾ അവർക്ക് അപേക്ഷ കൊടുക്കണമെങ്കിലോ എന്താവശ്യത്തിനാണെങ്കിലും ആ 5 കുടിയിലെ ആളുകൾ മൂന്നാറ് ചുറ്റി വേണം ഇവിടെ വരാൻ. നേരിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ മറയൂര്, വട്ടവട, കാന്തല്ലൂർ, മറയൂര്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം, സർക്കാർ ആവശ്യങ്ങൾക്കും അവർക്ക് ഇവിടെ വേണം വരാൻ. നേരത്തെ ഈ റോഡ് 1928 മുതൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇടക്കാലത്ത് അതിന് തടസ്സം വന്നിരിക്കുക. രണ്ടാമത്തെ ഒരു പ്രശ്നം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡാണ്. വട്ടവടയിൽ ഇലക്ട്രിസിറ്റി ബോർഡാണ് മറ്റേ ഇലക്ട്രിസിറ്റി നേരിട്ട് സപ്ലൈ ചെയ്യും. അവർ ബില്ല് അടയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ഗൂഗിൾ പേ ഒക്കെ വന്നു. പക്ഷെ എന്നാലും വീടിന് പുതിയ കണക്ഷൻ എടുക്കണമെങ്കിലോ മറ്റാവശ്യങ്ങൾക്കോ എല്ലാം ഇവർ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഇവിടുന്ന് പോകണമെങ്കിൽ ഈ മൂന്നാറ് ചുറ്റി വേണം പോകാൻ. വട്ടവട, കാന്തല്ലൂർ, മറയൂർ. അത് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മറയൂരാണ്. മൂന്നാമത്തെ ആവശ്യമുണ്ട്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അതായത് എന്നെ തിരഞ്ഞെടുത്തത് അവർ സ്വത്തും സ്വഭാവം എല്ലാം കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുജനങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി തന്നെ ഞാൻ കൂടെ നിൽക്കും, അതാരായാലും. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ മേലെ അതായത് റോഡ് തുറന്നു കൊടുക്കുന്നത്, അതായത് ഒരു ഹോസ്പിറ്റൽ കേസായാലും ഇതുപോലെ ബന്ധങ്ങളെ ബന്ധിപ്പിക്കാനുള്ള കാര്യം അതിൽ സന്തോഷം തന്നെ, അത് ആവശ്യമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ
ഇവിടെ ഞങ്ങൾക്ക് കൃഷിക്കാരാണ്, കർഷകരാണ് ഏറ്റവും കൂടുതലും, പാവപ്പെട്ട ജനങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. അതായത് കുറേ ഹോം സ്റ്റേയിൻ്റെ, അതുപോലെ രാഷ്ട്രീയ പാർട്ടിൻ്റെ നേതാക്കന്മാർ, ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഈ രീതിയിലാണ് വന്നേക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകളെ അവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും അങ്ങനെയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് കുറ്റം പറഞ്ഞുകൊണ്ടല്ല, നമ്മളിത് ഒരു റവന്യൂ ഭൂമിയാണ്. ഈ റോഡിന് തിരിച്ചിട്ടിരിക്കുന്ന റവന്യൂ ലാൻഡാണ്. ഫോറസ്റ്റ് ഈ ഇന്ത്യയിലുള്ള റോഡുകൾ മൊത്തവും മിക്കവാറും റോഡുകൾ ഫോറസ്റ്റുമായിട്ട് ടച്ച് ചെയ്താൽ പോകും. അപ്പോൾ ഇവിടെ മാത്രം എന്താണ് പ്രത്യേകത? ഈ നീലക്കുറിഞ്ഞിയും അല്ലെങ്കിൽ ചോലവനം എന്നൊക്കെ പറയുന്നു. തിക്ക് ഫോറസ്റ്റാണ് ഇടമലക്കുടി. ബഹുമാനപ്പെട്ട ജഡ്ജ് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ജോയിന്റ് സെക്രട്ടറിയോടൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഹാജരായിപ്പോൾ. അപ്പോൾ ഇടമലക്കുടി റോഡ് തുറന്നുണ്ട്. ഇവിടെയുള്ള അതേ വൈഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവിടെയുള്ള ആദിവാസികളോട് സംസാരിച്ച് ഇടമലക്കുടിയിലേക്ക് അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അത്തരത്തിലൊരു റെസ്ട്രിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇടമലക്കുടിയിലേക്ക് വേറെ ആരെയും കടത്തി വിടുന്നത്. അത് ഒത്തിരി ദൂരമുണ്ട്. ഇതൊരു 2-3 പഞ്ചായത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെക്കിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നിരോധിക്കാവുന്ന കാര്യങ്ങളാണ്, ട്രെക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് അതിലെ പോകണമെന്ന് പറയുമ്പോൾ വിടാൻ പറ്റൂല എന്ന് അതിന്റെ നിയമസാധ്യതയെ കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു വ്യക്തിക്ക് ഇപ്പം അങ്ങോട്ട് പോകണം, ഞാനിപ്പം അടിവാലയാണ് താമസിക്കുന്നത്, എനിക്ക് അതിലെ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ അത് വിടാൻ പറ്റൂല, നിങ്ങൾ ഈ വില്ലേജുകാരനല്ലാത്തതുകൊണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യം. ഇത് റവന്യൂ രേഖകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാഡം ഒന്ന് പരിശോധിക്കുക. സേതു പാർവതിപുരം റോഡ് തുറന്നാൽ 40 കിലോമീറ്ററിൽ താഴെ സഞ്ചരിച്ചാൽ കാന്തല്ലൂരിൽ എത്തിച്ചേരാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇക്കാര്യത്തിൽ വനം വകുപ്പ് പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറാവണമെന്നുമായിരുന്നു യോഗത്തിൽ പൊതുവെ ഉയർന്ന അഭിപ്രായം. കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവൻരാജ്, മെമ്പർ കന്നിയമ്മ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വി സിജിമോൻ, പി എസ് ശ്രീനിവാസൻ, കെ മോഹനൻ, കാന്തല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ, താലൂക്ക് വികസന സമിതി അംഗം കോയ അമ്പാട്ട്, പൊതുപ്രവർത്തകനായ സിജോ മുണ്ടഞ്ചിറ എന്നിവരും വനം, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിൽ നിന്നെത്തിയ നാട്ടുകാരും അഭിപ്രായങ്ങൾ പങ്കിട്ടു. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ ഒരു സമിതി രൂപീകരിച്ച് കാന്തല്ലൂർ സേതു പാർവതിപുരം റോഡിന്റെ ആവശ്യകതയും അവിടുത്തെ തൽസ്ഥിതിയും അതോടൊപ്പം പ്രദേശവാസികളുടെയും വിവിധ ഉദ്യോഗസ്ഥരുടെയും സ്റ്റേറ്റ്മെന്റും രേഖപ്പെടുത്താനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ സമിതിയുടെ മേൽനോട്ട ചുമതലയും കോർഡിനേഷൻ ചുമതലയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കാന്തല്ലൂർ സേതു പാർവതിപുരം റോഡ് ഫോറസ്റ്റിന്റെ ഫുൾ സ്ട്രെച്ച് സന്ദർശിക്കുകയും ജനപ്രതിനിധികളോടും അതോടൊപ്പം കമ്മിറ്റിയിലെ അംഗങ്ങളോടൊപ്പം സന്ദർശിക്കുകയും അതോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ ആരായാൻ ഒരു മീറ്റിംഗും കൂടിയിട്ടുണ്ട്. ഇതിന്റെ ബേസിസിലും രേഖകൾ പരിശോധിച്ചിട്ടും ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് കളക്ടർ മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.